ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി. 6-ാം പ്രതിക്ക് ജീവപര്യന്തവും 6 മാസവുമാണ് ശിക്ഷ. വിചാരണ കോടതി ഒഴിവാക്കിയ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 20 വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇളവോ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അപൂർവങ്ങളിൽ അപൂർവമായി കേസ് പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. പക്ഷേ കോടതി ചില നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാധാരണമല്ല തുടങ്ങിയ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി. എങ്കിലും വധശിക്ഷ, അതായത് ഈ നേരിട്ട ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത, ഈ കൃത്യം നിർവഹിച്ചവർക്ക് വധശിക്ഷ കിട്ടും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ പ്രതികൾക്ക് മാനസാന്തരമുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയിരിക്കുന്നത്. ഈ വിധിന്യായത്തിലെ മറ്റ് പ്രസക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ? അനിൽ നമ്പ്യാർ, ഈ ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് 3:30-ക്ക് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 1 മുതൽ 8 വരെയും 11-ാം പ്രതിയായിട്ടുള്ള ട്രൗസർ മനോജിനും ജീവപര്യന്തം തടവിനൊപ്പം തന്നെ ഇവർക്ക് 20 വർഷം കഴിയാതെ യാതൊരു തരത്തിലും ഇളവ് അനുവദിക്കരുത് എന്നാണ് ഹൈക്കോടതി വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇവർക്ക് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം എന്ന് പറയുന്നത് മരണം വരെ എന്നുള്ളതാണ്. പക്ഷെ സാധാരണഗതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 14 വർഷത്തിന് ശേഷമൊക്കെ ഇളവുകൾ അല്ലെങ്കിൽ പരോളൊക്കെ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഒരു നല്ല നടപ്പൊക്കെ കണക്കാക്കിക്കൊണ്ട് അവരെ പുറത്തുവിടുന്ന സർക്കാരിന് അത്തരത്തിലൊരു തീരുമാനമൊക്കെ എടുക്കാനാകും. പക്ഷെ ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 1-ാം പ്രതിയായിട്ടുള്ള MC മനോജ്, കിർമാണി മനോജ്, MC അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, അതോടൊപ്പം തന്നെ ട്രൗസർ മനോജ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11-ാം പ്രതിക്കും 20 വർഷം കഴിയാതെ യാതൊരു തരത്തിലും ഇളവ് അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ കൊലപാതകത്തിന് മാത്രം ശിക്ഷിച്ച വിചാരണ കോടതിയുടെ ശിക്ഷയ്ക്ക് പുറമെ ഗൂഢാലോചന കൂടി 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കും അതോടൊപ്പം തന്നെ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും നൽകിയിട്ടുണ്ട്. ഇതിൽ അണ്ണൻ സുജിത്തിന് മാത്രമാണ് ഗൂഢാലോചന കുറ്റത്തിൽ വീണ്ടും ഒരു ജീവപര്യന്തം കൂടി ഹൈക്കോടതി നൽകാതിരുന്നത്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് ശിക്ഷിച്ചിട്ടുള്ള 10-ാം പ്രതിയായിട്ടുള്ള കെ കൃഷ്ണൻ, 12-ാം പ്രതിയായിട്ടുള്ള ജ്യോതി ബാബു, ഇവർക്ക് 2 പേർക്കും ഹൈക്കോടതി ജീവപര്യന്തം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിചാരണ കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനമായിട്ട് പറയേണ്ടത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഇളവ് അനുവദിക്കുന്നതിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള കർക്കശ നിലപാടാണ്. അതായത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ഈ കൃത്യത്തിൽ പങ്കെടുത്തവരാണ്, ഒപ്പം തന്നെ കൊലയാളി സംഘമാണ്. അതോടൊപ്പം 11-ാം പ്രതി ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ളവർക്ക് 20 വർഷം കഴിയാതെ ഇളവ് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത്. നിലവിൽ ഈ ജീവപര്യന്തം തടവ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 8 വർഷം കഴിയാതെ അവർക്ക് സർക്കാരിന് മറ്റ് അധികാരികൾക്കോ യാതൊരു തരത്തിലും ഇളവ് അനുവദിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഈ കെ കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ജ്യോതി ബാബു എന്നിവർക്ക് വെറും ജീവപര്യന്തമാണ് ഉള്ളത്. ഒപ്പം ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ഗൂഢാലോചനയ്ക്ക് കൂടി ഹൈക്കോടതി ജീവപര്യന്തം തടവിന് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അണ്ണൻ സുജിത്തിനെ മാത്രം, അതായത് 6-ാം പ്രതിയായിട്ടുള്ള സുജിത്തിനെ മാത്രം ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ ശിക്ഷ വിധിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസ് പരിഗണിച്ച സമയത്ത്, അതായത് ഈ അപ്പീലുകൾ പരിഗണിച്ച സമയത്ത് പ്രതിഭാഗം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, അതായത് അസാധാരണമല്ല കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം. പക്ഷെ അത് നഖശിഖാന്തം ഹൈക്കോടതി എതിർക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഈ വിധിന്യായത്തിലടക്കം ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിസ്തൂരമായിട്ടുള്ള കൊലപാതകമാണ്. ഈ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ കുറ്റകൃത്യം വലിയ രീതിയിൽ ഭയമുണ്ടാക്കി എന്നാണ് വിധി പ്രസ്താവിക്കവേ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കഠിന തടവിൽ യാതൊരു തരത്തിലും ഇളവ് 20 വർഷം കഴിയാതെ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ ഇതിലെ മുഖ്യ പ്രതികൾക്ക് ഹൈക്കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്തായാലും
പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയൊരു അനുകൂലമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. പക്ഷേ കെ രമ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുള്ള ആളുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടം തുടരുമെന്നാണ് കെ രമ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നടന്ന വാദഗതികളാണ് ഏറ്റവും സുപ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. കാരണം ഈ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള കൊലപാതകം എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വാദഗതികൾ മുന്നോട്ട് വെച്ചത്. അത് മാത്രവുമല്ല, ഈ അസാധാരണമല്ല കേരളത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന പ്രതിഭാഗത്തിന്റെ വാദം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സാധാരണഗതിയിൽ ഉള്ളതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് അറുതി വരുത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ കൊടുക്കേണ്ടി വരുമെന്നുള്ള പരാമർശവും ഈ വാദം നടന്നതിനിടയിൽ ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിനെ പരിഗണിക്കാമോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി പരിശോധിച്ചത്. പ്രത്യേകിച്ച് ഈ വധശിക്ഷ, അതായത് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകണമെന്നുള്ളൊരു നിലപാട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുകയും ബച്ചൻ സിംഗ് കേസിലെ വിധിന്യായത്തിലെ ചില കാര്യങ്ങളടക്കം ഘടകങ്ങൾ എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ എടുത്തു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രതികൾക്ക് നവീകരണത്തിനുള്ള സാധ്യതകൾ അടക്കം പരിഗണിക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതടക്കം പരിഗണിക്കാതിരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ശിക്ഷ വർദ്ധിപ്പിച്ചതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് വധശിക്ഷയിലേക്ക് കടക്കാത്തത് എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞത്. മറ്റൊന്ന് 12.5 ലക്ഷം രൂപ ഈ പ്രതികൾക്കെല്ലാം കൂടി പിഴത്തുകയായിട്ട് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. 7 ലക്ഷം രൂപ യുടെ ഭാര്യയായിട്ടുള്ള കെ രമയ്ക്ക് നൽകണം. മകന് 5 ലക്ഷം രൂപ ഈ പ്രതികൾ പിഴത്തുകയായിട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ, അതായത് വിചാരണ കോടതി അനുവദിച്ചതിലും കൂടുതൽ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ള, അതായത് MC അനൂപ്, കിർമാണി മനോജ്, കൊടിസൂരി, ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള കൊലയാളി സംഘങ്ങൾക്ക് നിലവിൽ ഹൈക്കോടതി രേഷ്മ, ജീവപര്യന്തം തടവ് ഇരട്ട ജീവപര്യന്തമാക്കി ശിക്ഷ വർദ്ധിപ്പിച്ചു. ഏറ്റവും പ്രധാനം നമ്മൾ നോക്കിക്കാണേണ്ടത്, അതായത് ഈ കുറ്റവാളികൾ എല്ലാം യഥേഷ്ടം അത് പരോളിൽ പോയിട്ടുള്ളവരാണ്. അത് വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, ഇവരുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുള്ള ശ്രമം സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ശേഷിക്കുന്ന കാലം ഇവർ ജയിലിൽ തന്നെ കഴിയണം. ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇവർക്ക് ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇവർക്ക് ആടാനും പാടാനും പറ്റില്ല. മാത്രമല്ല, ഇവർക്ക് ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ, സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവർ ഇടപെട്ടിരുന്നു, അത് നിയന്ത്രിച്ചിരുന്നു. അതൊന്നും പറ്റില്ല. കാരണം കോടതി ജയിലിൽ ഇവർ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ 20 വർഷത്തേക്ക് ഇവർക്ക് യാതൊരു കാരണവശാലും പരോൾ അനുവദിക്കരുത് എന്നൊരു നിർദ്ദേശം വെച്ചത്. അതുകൂടി പ്രധാനമായി കാണേണ്ടതല്ലേ? നടന്ന വേളയിലൊക്കെ തന്നെ ഇക്കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് പരോളിൽ ഇരിക്കിയ പ്രതികൾ പലരും മറ്റ് ക്രിമിനൽ കേസുകളിൽ പെട്ടിരുന്നു. മറ്റ് ക്രിമിനൽ ഗൂഢാലോചനയടക്കം അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടെന്നും പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ആ സമയത്ത് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പരോളിൽ ഇരിക്കെ തന്നെ എങ്ങനെയാണ് ഇവർ വീണ്ടും ക്രിമിനൽ കേസുകളിൽ പെടുന്നത്, അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് സർക്കാർ വീണ്ടും പരോൾ നൽകിയത്, അതെങ്ങനെയാണ് പരോൾ നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങളും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഈ 1 മുതൽ 8 വരെയും ഒപ്പം തന്നെ 11-ാം പ്രതിക്കും ഇനി ഈ 20 വർഷം കഴിയാതെ, അതായത് ഇനി ഒരു 8 വർഷം കൂടിയാണ് അവരുടെ കണക്കിൽ വരിക. അങ്ങനെയെങ്കിൽ ആ ഒരു ഇളവ് അവർക്ക് സർക്കാർ തലത്തിൽ പരോളോ അല്ലെങ്കിൽ മറ്റ് ശിക്ഷയിലുള്ള ഇളവോ അനുവദിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് മുൻകാല ഘട്ടത്തിൽ അല്ലെങ്കിൽ പരോളിൽ ഇരിക്കെ തന്നെ ഇവർ ക്രിമിനൽ കേസുകളിൽ പെട്ടു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിന് അവർക്ക് നവീകരണം സംഭവിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും നിലവിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി ടി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത്. നന്ദി രേഷ്മ. ടി ചന്ദ്രശേഖരൻ വധക്കേസ് സുപ്രീം കോടതി കയറും എന്നുറപ്പായിരിക്കുന്നു. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും
ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി. 6-ാം പ്രതിക്ക് ജീവപര്യന്തവും 6 മാസവുമാണ് ശിക്ഷ. വിചാരണ കോടതി ഒഴിവാക്കിയ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 20 വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇളവോ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.